ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ രേവതി സച്ചിയും കൂടി വഴക്കൂടി. സച്ചിക്ക് ഓട്ടം വന്നു. സച്ചി ഓട്ടത്തിന് പോവാണ്. അങ്ങനെ രേവതി അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്. ഓ എന്ത് പൊന്നാ കേട്ടോ. രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞു. പിന്നെ രേവതിയുടെ വീട്ടിൽ നിന്ന് രേവതിയുടെ അമ്മ രേവതിയെ ഫോൺ വിളിക്കുമ്പോൾ രേവതി ഫോൺ എടുക്കുമ്പോൾ ചോദിക്കുക, എന്താ നിൻ്റെ ശബ്ദം ഇടറിയിക്കണം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ രേവതിയോട് പനി മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പനിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഒരുമാതിരി താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുകയാണ്. എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തെ അവിടെ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ടാ, രേവതിയുടെ ശബ്ദമൊക്കെ ആകെ ഇടറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സച്ചി ട്രിപ്പിന് വേണ്ടിയിട്ട് സച്ചി വണ്ടി എടുത്തിട്ട് ടാക്സി സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് മഹേഷും കൂട്ടുകാരനൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പം മഹേഷും കൂട്ടുകാരനൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ രേവതിയായിട്ട് വഴക്കൂടിയ കാര്യം പറഞ്ഞാൽ മഹേഷ് പറയണു, അതൊക്കെ എത്ര ദിവസം ഉണ്ടാവും സച്ചി, അതൊക്കെ ഹസ്ബൻഡും വൈഫും നമ്മളുടെ പിണക്കൊക്കെ എത്രയല്ലേ ഉള്ളൂ, അവരുടെ പിണക്കം മാറൊരു കാര്യം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊണ്ടേ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു സച്ചിയോട്. അപ്പോൾ സച്ചി പിന്നെ ശരിയാണ്, ഞങ്ങൾ പിണങ്ങി അധികം ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ രേവതി ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ലെന്ന് എന്താ പറ്റിയെന്നറിയില്ല എന്നൊക്കെ പറയണം സച്ചി. അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട് അവനെ സമാധാനിപ്പിക്കാൻ. ആ സമയത്ത് ഓട്ടോയിൽ ഒരാൾ വന്ന് ലഗേജൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങുകയാണ്. തീരെ തടിയില്ലാതെ മെലിഞ്ഞിട്ട് ഒരാൾ. അപ്പോൾ അയാളെ കാണുമ്പോൾ മഹേഷ് പറയണ, ഏതോ ഇന്ത്യ കാണാൻ വന്നിട്ടുള്ള, ഏതോ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സായിപ്പാന്ന് തോന്നുന്നുണ്ട്, എന്തായാലും ഇന്നൊരു വൺ ഡേ ട്രിപ്പിനുള്ള ഇതുണ്ടടാ സച്ചി എന്ന് പറയണം. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറയണ, നിനക്കല്ലേ പ്രാരാബ്ദം കൂടുതൽ, നീ കൊണ്ടുപോ എന്നൊക്കെ പറയണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾ ഓട്ടോ ഒക്കെ പറഞ്ഞു വിടുമ്പോൾ, ഹലോ എവിടേക്കാണ്, വെൽക്കം ടു കേരള, എവിടേക്കാണെങ്കിലും ഇവിടെ ഓട്ടോ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആൾ പറയാണ്, പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണം. അപ്പോൾ പറയാം, ഞാൻ ഓട്ടത്തിന് വന്നോന്നല്ലടാ മഹേഷേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം. അപ്പോഴാണ് മഹേഷ് നോക്കുമ്പോൾ അത് വേറെ ആരല്ല, സച്ചിയുടെ അച്ഛമ്മയുടെ വീട്ടിൽ പണിക്ക് നിൽക്കണ ഈച്ചയായിരുന്നു അത്. അപ്പോൾ സച്ചി, ഈച്ച നീയോ, നീ എന്താടാ ഈ വേഷത്തിൽ, നിനക്കാരാടാ ഈ വേഷമൊക്കെ മേടിച്ചെന്ന്, നീ എന്താടാ അവിടെ എന്നൊക്കെ ചോദിക്കണം. ഞാനും ഇനി ഇവിടെയാണ് താമസിക്കാൻ പോണത് എന്നൊക്കെ പറയണം. അത് എന്ത് പറ്റിയിട്ട് ചോദിക്കുമ്പോൾ, എന്നെ ഒരു പെണ്ണ് കൊല്ലാമെന്ന് പറയും. ഏത് പെണ്ണ് ചോദിക്കുമ്പോൾ കലാവതി, സച്ചിയുടെ ഡ്രൈവർ സച്ചിയുടെ അച്ഛമ്മയായിട്ട് വരും പറയും. അപ്പോൾ എന്താടാ വയ്ക്കുമ്പോൾ, എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ, എന്നെ പണിയിപ്പിച്ച് കൊല്ലുള്ളൂ, ഞാൻ അത് കാരണം കൊണ്ട് മറ്റോനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ കൂടെ പോകുന്നു പറഞ്ഞിട്ടാ. നീ ഇങ്ങനെ പോകുന്നത് ശരിയായോ, നീ പോകുന്നു കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് അവിടെ ആരാടാ ഉള്ളത് എന്നൊക്കെ ചോദിക്കാനാണ് സച്ചി. അപ്പോൾ പറയാം, എന്തോ എന്നാലും സച്ചി, ഞാൻ കാര്യങ്ങളെല്ലാം മറ്റോനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് പോകാം, എനിക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയണം, എൻ്റെ വീട്ടിൽ എനിക്ക് രേവതിക്ക് ഉറങ്ങാൻ സ്ഥലമില്ല, പിന്നെ ഇപ്പം ഞങ്ങൾ ഹാളിലും ടെറസിലൊക്കെ ആയിട്ട് ഉറങ്ങണം, പിന്നെ ഇപ്പം നിനക്ക് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം സുഭാഷിൻ്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാ, എനിക്ക് വിശന്നിട്ട് ഇത്തിരി പൊറോട്ടയും ബീഫും മേടിച്ച് കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ സച്ചി അവനെയും കൂട്ടി ഈച്ചനെയും കൂട്ടിയിട്ട് കാറിൽ കയറി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രോദയത്തിലത്തെ ഭാഗമാണ് കാണിക്കുന്നത്. രവീന്ദ്രൻ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് മോളെ രേവതി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക പറഞ്ഞിട്ട് ഹോളിലിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വന്നിട്ട്, വന്നോ, എങ്ങനെയുണ്ടായിരുന്ന പരിപാടിയൊക്കെ, അടിച്ച് പൊളിച്ചു നമുക്ക്, അടിച്ച് പൊളിച്ചു, നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണതിനിടയിൽ കൂടെ വീണ്ടും മോളെ രേവതി അച്ഛനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അവളെ വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല, അവൾ വരില്ല എന്ന് പറയാണ്. അതെന്തായിരിക്കും, അവൾ ഇവിടെ ഇല്ല, അവൾ എവിടേക്ക് പോയേക്കാം, അല്ലെങ്കിലും എവിടേക്ക് വേണമെങ്കിലും പറഞ്ഞിട്ട് പോകേണ്ട സ്വഭാവം അവൾക്ക് പണ്ടേ ഇല്ലല്ലോ, അവളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് താന്ന തരത്തിന് ഒരുങ്ങല്ലേ, അതെന്താ രേവതി ആരോടും പറയാതെ പോയി, അല്ല അപ്പം അങ്ങനെയാണല്ലോ പതിവ്, ഇപ്പോൾ അവൾക്ക് ഇഷ്ടത്തിന് എന്തും ചെയ്യാന്നുള്ള അവസ്ഥയല്ലോ കൊണ്ട് ചന്ദ്രമതി രേവതിനെ ആ സമയത്ത് കുറ്റപ്പെടുത്താണ്. ആ സമയത്ത് സച്ചിയോട് വന്നപ്പോൾ സച്ചിയോട് ചോദിക്കും, രേവതിനെ വിളിക്കാണ് സച്ചി വന്നിട്ട്. രേവതി വിളിക്കുമ്പോൾ രേവതി ഇവിടെ ഇല്ല, അവൾ എവിടേക്കാണ് പോയെന്ന് അറിയില്ല, എവിടേക്കാണ് പോയി അറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല പറയുമ്പോൾ സച്ചി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അത് കഴിഞ്ഞു സച്ചി അച്ഛനോട് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിയും കൂടി വന്നു. എന്നിട്ട് ശ്രുതി പറയണ, അമ്മേ വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, ഞാൻ ആകെ ടയേർഡാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും വർഷയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇവിടുത്തെ ഒരുത്തി പോയിട്ട് വന്നിട്ടില്ല, എവിടേക്കാണ് പോയി എന്നറിയില്ല, അവളുടെ ഇഷ്ടത്തിന് പെരുമാറല്ലേ, എന്ത് വേണമെങ്കിലും ആവാന്നുള്ള അവസ്ഥയായിക്കണം ഇപ്പോൾ എന്നൊക്കെ പറയാം. എനിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, രാവിലെ ഒന്നും കിട്ടിയില്ല, വൈകുന്നേരം ഒന്നുമില്ല, ഞാൻ കസ്റ്റമേഴ്സിനോട് നാക്കിട്ടലച്ച് എനിക്ക് വയ്യാണ്ടാണ് ഞാൻ വരുന്നത്, ഇങ്ങനെ ആയി ഞാൻ എങ്ങനെ എൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രുതി ചെറിയ പിള്ളേരെ പോലെ. അപ്പോൾ ശ്രീകാന്ത് പറയും, ഒന്ന് നിർത്തിൻ്റെ ശ്രുതിയേട്ടാ, നിങ്ങൾ മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരാരും വർക്ക് ചെയ്യുന്നില്ലേ, ഈ ചെറിയ പിള്ളേരുടെ പോലെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുക, എന്തൊക്കെ വർക്കല്ലേ, ഞാനും അത്രയും കഷ്ടപ്പെട്ടിട്ട് വരുന്നത്, ഞാൻ എന്നിട്ട് അതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, എല്ലാവരുടെ വർക്കിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്, അതിങ്ങനെ പറഞ്ഞ് അവനെൻ്റെ വില കളയല്ലേ മണ്ടൻ ചേട്ടാ എന്ന് പറയണം
ശ്രീകാന്തി സമയത്തൊക്കെ നമ്മുടെ സച്ചി രേവതിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുക അവൾ എവിടേക്കാണ് പോയിണ്ടാവുക എന്നൊക്കെ. അപ്പോൾ രവീന്ദ്രൻ പറയാം അവൾ വരൂടാ, അവൾ എവിടേക്കെങ്കിലും പോയിണ്ടാവും, അവൾ പെട്ടെന്ന് വരും എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട എന്ത് മണിയോ മണി ഇപ്പോൾ വരൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഭക്ഷണം ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ ചന്ദ്ര പറയുന്നത് വിശന്നിട്ട് കണ്ണ് കാണാനില്ല, എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും ഇപ്പോൾ രേവതിയുടെ കുറവെല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ രവീന്ദ്രൻ മണിയോ മണി നോക്കാതാ. അപ്പോൾ രവീന്ദ്രൻ പറയും അവൾ ഈ വീടിൻ്റെ നെടുന്തൂണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമല്ലോ, ഇങ്ങനെ ഇല്ല ഒരു നെടുന്തൂണ്, അവളില്ലെങ്കിൽ എന്താ ഇവിടെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ, എന്നാൽ നീ ഉണ്ടാക്കുക, എനിക്കതിന് വെച്ചുണ്ടാക്കാൻ അറിയണ്ടേ, ഞാൻ ഉണ്ടാക്കും, ശരി ഞാൻ വഴി ഉണ്ടാക്കാം, ഭക്ഷണമല്ലേ വേണ്ടത്, ഞാൻ ശരിയാക്കാം, ശ്രുതി ഉണ്ടാക്കും. പറയും അയ്യോ ആൻറ്റി എനിക്കതിന് നന്നായിട്ട് വെക്കാനൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലും നിനക്ക് അറിയണ പോലെ നീ വെച്ചുണ്ടാക്കിക്കോ പറഞ്ഞിട്ട് ശ്രുതിനെ അടുക്കളയിൽ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചന്ദ്രമതി വിടാണ്. ഈ സമയത്തും സച്ചി ഭയങ്കര ടെൻഷനിലാണ്. കാരണം രേവതിയെ കാണാൻ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ രേവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ രേവതിയെ കാണാനില്ല എന്നുള്ള ഒരു ഉഗ്രൻ ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ ചെമ്പനെറുപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്